ശ്രീ പി നന്ദകുമാർ. സർ, ഈ കെ സ്മാർട്ട് പദ്ധതിക്ക് നല്ല അംഗീകാരമാണ് ഇതിന് ലഭിച്ചത്. എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച അക്ഷയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അക്ഷയ കേന്ദ്രങ്ങൾക്കകത്ത് പല രൂപത്തിലേക്കാണ് ഫീസ് വാങ്ങുന്നത്. അതിൻ്റെ ഏകീകരണം കൊണ്ടുവരാനും അത് ഒന്ന് ക്രമപ്പെടുത്താൻ നടപടി സ്വീകരിക്കാമോ? മുഹമ്മദ് മിനിസ്റ്റർ. സർ, അത് മറ്റൊരു വിഷയമാണ്. അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. വലിയ സ്വീകാര്യതയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കെ സ്മാർട്ടിന് ലഭിച്ചിട്ടുള്ളത്. സർ, കർണാടക സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജനുവരി 1 തന്നെ ഐകെഎമ്മുമായി ഇത് അവിടെ നടപ്പിലാക്കാൻ MOU ഒപ്പിട്ട് കഴിഞ്ഞു. കർണാടകയ്ക്കാവുമ്പോൾ ഒരു സൗകര്യമുണ്ട്. കെ സ്മാർട്ട് എന്ന പേര് തന്നെ അവിടെയും പ്രായോഗികമാണ്. കാരണം കർണാടക ആയതുകൊണ്ട് കെ സ്മാർട്ട്. അതിനു പുറമെ ഇപ്പോൾ ജാർഖണ്ഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും നമ്മളെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി കെ സ്മാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ILGMSനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിൽ വന്നിരുന്നു. ഐകെഎം സന്ദർശിച്ചു. എന്നെയും അദ്ദേഹം വന്ന് കണ്ടിരുന്നു. അപ്പോൾ വലിയ സ്വീകാര്യത കേരളത്തിനകത്തും പുറത്തും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ കെ സ്മാർട്ട് വികസിപ്പിച്ചത് കണക്കിലെടുത്ത് ഐകെഎമ്മിനെ അവരുടെ പാർട്ണറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എംപാനൽ ചെയ്യപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസിയായി ഐകെഎം മാറിയിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ അറിയിക്കുകയാണ്.